കരോൾ സംഘത്തിന് നേരെ ആലപ്പുഴ ചാരുമൂട് കരിമുളയ്ക്കലിലാണ് ഈ ഡിവൈഎഫ്ഐയുടെ ആക്രമണം. KP എന്നാലും ഈ CPM നേതൃത്വം നൽകുന്ന ലിബർട്ടി ക്ലബിലെ ഡിവൈഎഫ്ഐ പ്രവർത്തകരായ അംഗങ്ങളാണ് ഈ സ്ത്രീകളെയും കുട്ടികളെയും അടക്കമുള്ളവരെ മർദ്ദിച്ചത്. എന്തായാലും ഡിവൈഎഫ്ഐ നേതാവ് ഈ ശ്യാംലാലിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. ലിബർട്ടി, യുവ എന്നീ ക്ലബ്ബുകൾ തമ്മിലുള്ള തർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. നമുക്ക് സുധീഷിനോട് കൂടുതൽ വിവരങ്ങൾ തേടാം. KP ചോദിച്ചോളൂ. സുധീഷ്, ഇവിടെ പറഞ്ഞതുപോലെ തന്നെയാണ് രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള ഒരു സംഘർഷം. പക്ഷേ അത് സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും അതിക്രമിക്കുന്ന തരത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതാവ് ശ്യാംലാലാണ് ഈ അതിക്രമത്തിന് നേതൃത്വം നൽകിയത്. നിരവധി സഖാക്കൾ ആ ഒരു അതിക്രമ സംഘത്തിലുണ്ട്. ഇപ്പോൾ പോലീസിന്റെ ഇടപെടൽ എത്രത്തോളം കാര്യക്ഷമമാണ്? നേരത്തെ സുധീഷ് പറഞ്ഞതുപോലെ തന്നെ പ്രാഥമികമായ ചില നടപടിക്രമങ്ങളിലേക്ക് കടന്നിട്ടുണ്ട്. പക്ഷേ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ ഇനിയുള്ള ഇടപെടൽ ഏത് തരത്തിലാണ് പോലീസിന്റെ? KP, ഇപ്പോൾ പരിക്ക് പറ്റിയ കുട്ടികളടക്കം സ്ത്രീകളടക്കമുള്ളവർക്കാണ് ഈ ഒരു സംഘർഷത്തിൽ പരിക്ക് പറ്റിയിട്ടുള്ളത്. അവരുടെ എല്ലാം മൊഴിയെടുത്ത് അവരുടെ മൊഴിയിൽ പറയുന്ന യഥാർത്ഥത്തിൽ ആരാണോ ആക്രമണം നടത്തിയത് അവരെ എല്ലാം പ്രതികളാക്കി അവരെ കസ്റ്റഡിയിലെടുക്കുന്ന ഒരു നീക്കത്തിലേക്ക് പോലീസ് പോകുമോ എന്നത് തന്നെയാണ് നോക്കിക്കാണേണ്ടത്. ഇപ്പോൾ പ്രാഥമികമായി കുറച്ചുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൽ ചിലരെ ഒഴിവാക്കിക്കൊണ്ട്, അത് പാർട്ടിയിലായ CPM-ലായാലും DYFI-ലായാലും ഉന്നത സ്ഥാനം വഹിക്കുന്നവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് പോലീസ് പോയിട്ടുള്ളത് എന്ന ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. ശക്തമായ പ്രതിഷേധമാണ് ഈ ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഇന്നലെ രാത്രിയിലാണ് ഇത്തരം ഒരു കരോൾ സംഘം അത് തമ്മിലടിക്കുന്ന ഒരു സാഹചര്യം. അതും ലിബർട്ടി എന്ന സംഘം ഇവരെ ആക്രമിക്കുകയായിരുന്നു. യുവ എന്ന സുരേഷ്, ഇവിടെ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഈ രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള സംഘർഷമാണ്. ഇതിന് വരുത്തി തീർക്കാനുള്ള നീക്കമാണ് ഈ DYFI-യുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നതില്ലേ? കാരണം അവരുടേതായ മേഖലയിലേക്ക് മറ്റാരും കടന്നു വരേണ്ടതില്ല, ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ അനുസരിച്ചാൽ മതി, അത്തരത്തിലുള്ളൊരു ധാർഷ്ട്യത്തിന്റെ ആവർത്തനം തന്നെയാണ് അവിടെ കാണാൻ സാധിച്ചത്, അല്ലേ? KP, അതിനോടൊപ്പം തന്നെ ഇതിൽ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു DYFI നേതാവിന്റെ ചെറിയച്ഛൻ അവിടെ പരാജയപ്പെട്ടിരുന്നു. വാർഡിൽ മത്സരിച്ച് പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ ഒരു പകപോക്കൽ കൂടിയുണ്ട്. തങ്ങളുടെ ബന്ധുവിന് വോട്ട് ചെയ്യാത്തവർക്കെതിരെയുള്ള ഒരു അക്രമം കൂടിയായി ഇതിനെ കാണേണ്ടി വരും. ആ രീതിയിൽ തന്നെയാണ് നമുക്ക് അറിയാം. കഴിഞ്ഞ ദിവസം സമാനമായ രീതിയിൽ വോട്ട് ചെയ്യാത്തത് ചോദിച്ചു ഓരോ വീട്ടിലും കയറി DYFI-യുടെ ജില്ലാ ജോയിന്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ ഭീഷണിപ്പെടുത്തി. അതിനൊക്കെ സമാനമായ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയാണ് ഈ നൂറിനാടും ഉണ്ടായിട്ടുള്ളത്. അത് കൊച്ചു കുട്ടികളെ പോലും തീർച്ചയായും സുധീഷ് പറയുന്നത് പോലെ കൊച്ചു കുട്ടികൾ, സ്ത്രീകൾ ഇവരെയൊക്കെ അങ്ങ് ആക്രമിക്കുകയാണ്. അതായത് ഈ കരോൾ സംഘം എന്താണെന്ന് നമുക്കറിയാം, ഒരു സന്തോഷത്തിന്റെയും സന്ദേശം നൽകുന്നതൊക്കെ അതിന്റെയൊക്കെ പ്രതീകമാണ്. അപ്പോൾ ഈ ക്രിസ്മസ് ദിനത്തിലും DYFI-യുടെ ഇത്തരത്തിലുള്ള ഒരു കാടത്തം അവിടുത്തെ മുതിർന്ന നേതൃത്വം അല്ലെങ്കിൽ നേതാക്കളൊന്നും കണ്ടില്ലേ? അവർ ഇതിനെതിരെ എന്തെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ? ഉത്തരവാദിത്തപ്പെട്ടവർ പ്രതികരിക്കേണ്ട വിഷയം തന്നെയല്ലേ സുധീഷ് ഇത്? അശ്വതി, ഇത് ഏത് രീതിയിലും ന്യായീകരിക്കുക, ഇല്ലെങ്കിൽ ഇതിൽ DYFI-ക്ക് പങ്കില്ല എന്ന് ചിത്രീകരിക്കാൻ തന്നെയാണ് രണ്ട് ക്ലബ്ബുകൾ തമ്മിലുള്ള സാധാരണ ഒരു തർക്കം എന്ന നിലയിലേക്ക് മാറ്റിയെടുക്കാനുള്ള ശ്രമമാണ് CPM-ന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. അതിന് ഒത്താശ ചെയ്യുന്ന സമീപനം തന്നെയാണ് പോലീസും നടത്തുന്നത്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം എന്നത് ഈ പരിക്കേറ്റവരടക്കം തുറന്നു പറയുമ്പോൾ പ്രതിരോധത്തിലാവുക കൂടി ചെയ്യുകയാണ് പാർട്ടി നേതൃത്വം അടക്കമുള്ളവർ. കാരണം ഈ ക്രിസ്മസ് രാത്രി, ഇത് ആഘോഷത്തിന്റെ ഒരു സമയത്ത് ഇത്രയേറെ സംഘർഷം, പലരും പറഞ്ഞേക്കുന്നത് ആ സാധാരണ ആഘോഷം സന്തോഷത്തോടെ പോകേണ്ട ആ സമയം പോലീസ് സ്റ്റേഷനിലും ആശുപത്രിയിലുമായി കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ് DYFI സൃഷ്ടിച്ചത് എന്നത് തന്നെയാണ്. അവരുടെ ഒരു നല്ല ദിവസം, അത് വളരെ സമാധാനപരമായി കൊണ്ടാടേണ്ട ഒരു ആഘോഷത്തെ സംഘർഷഭരിതമാക്കി തീർത്തത് DYFI-യുടെ നേതൃത്വത്തിലാണ്. ഈ DYFI-യുടെ ഗുണ്ടകളാണെന്ന ആക്ഷേപം തന്നെയാണ് അവർ ഉന്നയിക്കുന്നത്. അതിൽ പലരും മദ്യലഹരിയിലായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും പറയുന്നുണ്ട്. എന്തു തന്നെയായാലും അത് വളരെ പൈശാചികമായ രീതിയിലുള്ള ആക്രമണം തന്നെയാണ് നടത്തിയത് എന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കൊച്ചു കുഞ്ഞുങ്ങളെ വാരിയെടുത്തുകൊണ്ട് ഓടേണ്ടുന്ന ഒരു സാഹചര്യമാണ് അവിടെ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുള്ളത്. സ്ത്രീകൾക്ക് നേരെ അടക്കം ആക്രമണം നടത്തുന്നു. പത്തല് പോലത്തെ കമ്പുകൊണ്ട് മൃഗീയമായി മർദ്ദിക്കുന്ന സാഹചര്യം, പ്രായമായ വൃദ്ധരടക്കമുള്ളവർ തലപൊട്ടി നിൽക്കുന്ന കാഴ്ച, അത്രയ്ക്ക് ക്രൂരമായ ഒരു ആക്രമണം തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. തീർച്ചയായും സുധീഷ്, കാര്യങ്ങൾ വ്യക്തമാണ്. KP, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സ്ത്രീ സുരക്ഷയെന്ന് 24 മണിക്കൂറും വായ്ത്താരി പാടില്ല. ഇങ്ങനെയുള്ള പ്രകടന പത്രികയിലടക്കം വാഗ്ദാനം ചെയ്തിട്ടാണ് ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നത്. പക്ഷേ ഒരു സുരക്ഷയുമില്ലാതെ, സ്ത്രീകൾക്കെന്നല്ല ഒരാൾക്കും സുരക്ഷയില്ലാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ്. കാരണം കുഞ്ഞുങ്ങൾക്ക് പോലും രക്ഷയില്ല. നേരത്തെ ശ്രീ അനിൽ വിളയിൽ സൂചിപ്പിച്ചതുപോലെ ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരു കുഞ്ഞിനെ എടുത്ത അമ്മ രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്ക്, അതെ, അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കേരളം എത്തി. പ്രത്യേകിച്ച് ഭരിക്കുന്ന പാർട്ടിയുടെ ആൾക്കാർ തന്നെ ഇങ്ങനെ
പെരുമാറുന്നു എന്ന് പറയുമ്പോൾ കേരളം എങ്ങോട്ടാണ്, ആർക്കാണ് ഇവിടെ രക്ഷ എന്നുള്ള അല്ല, പ്രസക്തമായ അതിനൊരു കാര്യം ചോദ്യമാണ്. കൂടിയുണ്ട് കെ പി. അതായത് നമ്മൾ ഈ അണികൾ കണ്ടുപഠിക്കുന്നത് മുതിർന്ന നേതൃത്വത്തിനെയാണ്. അപ്പോൾ മുതിർന്ന നേതൃത്വം സ്വീകരിക്കുന്ന നിലപാടൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അവരുടെ സംരക്ഷണം തന്നെയാണ് ഇവർക്കുള്ളത് സ്വാഭാവികമായും. അതുകൊണ്ട് തന്നെ പോലീസിനും, നേരത്തെ സുധീഷ് പറഞ്ഞതുപോലെ തന്നെ പോലീസും ഇതുവരെ ഇടപെട്ടിട്ടില്ല. മുഖം രക്ഷിക്കാൻ പേരിന് ചില കേസുകൾ എടുക്കുന്നു, അവിടെയും വിരോധാഭാസമുണ്ട്. ഈ ആർക്കൊക്കെയാണോ അടിയേറ്റത്, പരിക്കേറ്റത്, അവരെ കൂടി പ്രതി ചേർത്തുകൊണ്ടാണ് ഈ തരത്തിൽ പോലീസിന്റെ നടപടികൾ എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം, അല്ലേ? അതെ, തീർച്ചയായും കെ പി. നമുക്കിനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകണം. ഈ നമ്മൾ ഭരണത്തെ പറ്റി, അതായത് നമ്മുടെ ഭരണപക്ഷത്തെ പറ്റി പറയുമ്പോൾ പ്രതിപക്ഷത്തെ പറ്റി പറയാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസിൽ അത്തരത്തിൽ ചില വാർത്തകൾ വരുന്നുണ്ട്. കോൺഗ്രസിൽ ഇങ്ങനെ തമ്മിൽ തല്ലി ഇങ്ങനെ അല്ലേ ഗ്രൂപ്പ് പോലെ എനിക്ക് അറിയാൻ മേൽ എന്റെ കെ പി. നോക്കാം.